എം ടിയെക്കുറിച്ച് ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് കുറേ പുതിയ എഴുത്തുകാരെ കൊണ്ടുവന്ന ആളാണ്. എഴുത്തിനെ കുറിച്ച് മറ്റൊരു തലത്തിൽ അദ്ദേഹമുണ്ട്, സിനിമയുടെ വേറെ കാര്യമുണ്ട്, നാടകം ഒരെണ്ണം അതും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എവിടെയാണ് കൈവെക്കാത്തത് ഭാഷയുമായി ബന്ധപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ എവിടെയും ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അത്ഭുതമാണ്. അവസാനം എനിക്ക് ന്യൂസ് റീഡേഴ്സിനെ അവസാനം ഇന്ത്യ വിഷന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത്, നിങ്ങളൊക്കെ അതിൽപ്പെട്ടതാണെന്ന് അറിയില്ല, ഇവരൊക്കെ തിരഞ്ഞെടുത്തത് എം ടി ആണ്. അവസാനം ഏറ്റവും ഇപ്പോൾ തിളങ്ങുന്ന മാധ്യമ പ്രക്ഷേപണ രംഗത്ത് തിളങ്ങുന്ന പ്രതിഭകളെയും ഷാനി അടക്കമുള്ളവരെ എം ടി തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ എം ടി ഒരു എല്ലാ അർത്ഥത്തിലും ഒരു സർവ രംഗത്തും പ്രതിഭയായിരുന്നു. നമുക്ക് ഒരു അളവുകോല് കൊണ്ട് അളന്നെടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ടോട്ടൽ റൈറ്റർ എന്ന് പറയാവുന്ന എഴുത്തുകാരനാണ് അടിസ്ഥാനപരമായിട്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അനാഥരും ദുഃഖിതരും വേദനിക്കുന്നവരും ദരിദ്രരും തള്ളിമാറ്റപ്പെട്ടവരും ഒറ്റപ്പെട്ടവരും ഏകാഗികളുമായ മനുഷ്യരുടെ ആ തോറ്റ ജനതയുടെ പക്ഷത്ത് നിന്നാണ് എഴുതിയത്. അപ്പോൾ എവിടെയാണെങ്കിലും ആ തോറ്റ മനുഷ്യനെയാണ് കണ്ടത്. മഹാഭാരതത്തിൽ അദ്ദേഹത്തിന് വിജയികളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, തോറ്റ മന്ദനായ ഭീമൻ്റെ കൂടെ നിൽക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ്റെ വലിയൊരു പ്രത്യയശാസ്ത്രം അതാണ്. എവിടെ അപഗണിതരും ദുഃഖിതരും നിരാശ്രയരും വേദനിക്കുന്നവരും ഏകാഗികളും ഉണ്ടോ അവരുടെ ഉള്ളിലിരുന്ന് ലോകത്തെ കാണാൻ. ഒരുപക്ഷെ മനോരോഗിയായ ഒരാളുടെ മനസ്സിലിരുന്ന് വായിച്ച ഒരു കഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. ലോക സാഹിത്യത്തിൽ ഇരുട്ടിൻ്റെ ആത്മാവിന് സമാനമായ മറ്റൊരു കഥയുണ്ടെങ്കിൽ അത് എം ടിയുടെ തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്നുള്ള കഥയാണ്. അത് രണ്ടും മനോരോഗികളായ മനുഷ്യരുടെ ഉള്ളിലിരുന്ന് അവരെങ്ങനെ ലോകത്തെ കാണുന്നു എന്ന ഒരു വേദനാനിർഭരമായ, എനിക്ക് ഭ്രാന്താണ് എന്നെ ചങ്ങലക്കിടുമെന്ന് വേലായുധൻ അവസാനം അമ്മുക്കുട്ടി പോലും ഭ്രാന്തനായി തള്ളി പറയുമ്പോൾ വന്ന് വീണ് കിടക്കുന്ന ഒരു രംഗം ആ സിനിമയിൽ വായിക്കുമ്പോൾ കണ്ണു നിറയും. അപ്പം അങ്ങനെ ദുഃഖിതരെ, ഏകാഗികളെ, ഒറ്റപ്പെടുത്തപ്പെട്ടവരെ, അവഗണിതരെ അവരെ പരിഗണിക്കുക എന്നുള്ളത് ലോകത്തിലെ എഴുത്തിൻ്റെ ഒരു വഴിയാണ്. അതുകൊണ്ടാണ് ഒട്ടും പ്ലീസിങ് ആയ ഒരാളല്ല. ആരോടും ഭംഗിവാക്ക് പറയാൻ അറിയില്ല, ആരെയും പ്രീതിപ്പെടുത്താൻ അറിയില്ല, ഒന്നും ഔപചാരികമായി നേടാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും കോടാനുകോടി മനുഷ്യർ എം ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കോടാനുകോടി മനുഷ്യർ എം ടി പോയപ്പോൾ കരയുന്നു. ഈ പൂച്ച പോലും, ഷെർലക്കിലെ പൂച്ച പോലും ഒരു കഥാപാത്രമാണ്. അപ്പോൾ മനുഷ്യരോട് മാത്രമല്ല ജീവജാലങ്ങളോട് എം ടി പുലർത്തിയിരുന്ന ഒരു മഹാകാരുണ്യമാണ് ആ എഴുത്തുകാരൻ്റെ ശക്തി. അതിൽ നിന്നാണ് എം ടി സംഭരിച്ച എല്ലാ ശക്തികളും ഉരുവം കൊണ്ടിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു എഴുത്തുകാരൻ മലയാളത്തിലെന്നല്ല ലോകത്ത് തന്നെ അപൂർവേ ഉണ്ടാവുക. കാരണം എഴുത്തുകാരുടെ വംശം അവസാനിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോൾ എഴുത്തിന് ഇങ്ങനെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊക്കെ പറയുന്ന ഈ ആന്തരികമായ ഒരു ഫൈറ്റാണ്, അകത്തെ സമരമാണ് എഴുത്ത്. അത് ഭാഷയിൽ ഒട്ടും ക്ലിഷ്ടതയില്ലാതെ പറഞ്ഞു. ഇത്രയും പാരായണക്ഷമമായിട്ട് എഴുതിയ ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ അറിയില്ല. മലയാളം കഷ്ടിച്ച് കൂട്ടി വായിക്കാൻ അറിയാവുന്ന ആർക്കും എം ടിയെ വായിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഭാഷയിൽ ഇത്ര സൂക്ഷ്മത പാലിച്ചു. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് എം ടി ഒരു പ്രതിജ്ഞ പറയുന്നത്. അപ്പോൾ ഭാഷ താനായി. അങ്ങനെ വാസ്തവത്തിൽ വാക്കുകൾക്ക് വിശദീകരിക്കാൻ പറ്റാത്ത എഴുത്തുകാരൻ്റെ സത്യം ജീവിതത്തിൽ 91 വയസ്സ് വരെ കൊണ്ടു നടന്നു. 16 വയസ്സിൽ തുടങ്ങിയതാണ്. ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ കീഴടക്കി വീണ്ടും ഈ പുഴയിലെ അസ്തമയവും നരിമാളൻ കുന്നിലെ ഉദയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് പറയുന്ന പച്ച കൂടലൂർക്കാരനായിട്ട് നിന്നു. ഞാൻ പറയാറുണ്ട്, ഈ തോമസ് ഹാർഡിയുടെ എസെക്സ്, ഫോക്നറുടെ യോക്കനപ്പട്ട, മാർക്കേസിൻ്റെ മക്കൊണ്ട, ഇതൊക്കെ ലോക സാഹിത്യത്തിൽ ഉറപ്പിക്കപ്പെട്ട നഗരങ്ങളാണ്. അതിൽ പേര് പറയാത്ത ഒരു ലോക സാഹിത്യ നഗരമായിട്ട് കൂടല്ലൂരിനെ അദ്ദേഹം മാറ്റി. ഒരു അത്ഭുതമാണ്. ഇനി അങ്ങനെ ഒരു എഴുത്തുകാരനുണ്ടാവില്ല. നമുക്കൊക്കെ വലിയ നഷ്ടം. ഞങ്ങളൊക്കെ അനാഥരായി എന്ന് പറയാം എല്ലാ അർത്ഥത്തിലും. തീർച്ചയായും വലിയ ദുഃഖത്തിലാണ് ഒരുപക്ഷെ ഇവിടെയുള്ള ഓരോ ആളുകളും. അവരെ സംബന്ധിച്ചിടത്തോളം യുവ എഴുത്തുകാർ എന്ന നിലയിൽ വന്ന സമയം മുതൽ ചേർത്ത് നിർത്തുകയും ആ ഭാഷയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് എല്ലാ ആളുകളും. ഇത്രയും മൗനിയായിരുന്ന ആൾ എങ്ങനെയാണ്? ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം വ്യാപരിച്ച എല്ലാ മേഖലകളിലും അദ്ദേഹം 100% ആ പ്രതിബദ്ധത പുലർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോൾ, ഒരു പത്രാധിപരായിരിക്കുമ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം അങ്ങേയറ്റം കൃത്യതയോടെ പ്രവർത്തിച്ചു. ധാരാളം എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ഒരു ഘട്ടത്തിലും ഈ ഒരു രാഷ്ട്രീയ ധാരയുടെ ഭാഗമായി നിന്നിട്ടില്ല. പക്ഷേ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആധുനികതയുടെ വക്താവ് എന്ന് മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആധുനികതയെ ഒപ്പം ചേർത്തിട്ടുണ്ട്. അതേസമയം എല്ലാ സാധാരണക്കാർക്കും ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള നേരിട്ട് കാര്യങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സാഹിത്യ അക്കാദമി ഭരിച്ചിരുന്ന കാലത്തായാലും അല്ലെങ്കിൽ തുഞ്ചൻ സ്മാരകം ഭരിച്ചിരുന്ന കാലത്തായാലും അതിനെയൊക്കെ ഏറ്റവും കൃത്യമായി
സിനിമയെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് നന്നായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു ബഹുമുഖ പ്രതിഭ, അതായത് സിനിമയുടെ കാര്യം എടുത്താൽ അതിലും അതായത് അദ്ദേഹം ഇടപെട്ടപ്പോൾ അതിൽ ഏറ്റവും എത്തിപ്പിടിക്കാവുന്നത് പരമാവധി എത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്തിപ്പിടിച്ചു എന്ന് പറയുന്നത് പ്രയോഗിക്കുന്നത് തന്നെ ശരിയാണോ എന്നറിയില്ല, അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഇപ്പോഴും അത്ഭുതമാണ് എങ്ങനെയാണ് MT ഇതൊക്കെ. അതിലൊറ്റ കാര്യമേ ഉള്ളൂ, സത്യസന്ധതയും ആത്മാർത്ഥതയും കമ്മിറ്റ്മെൻറ്റും. അത് എല്ലാത്തിനോടും അധികം പുലർത്തി. അദ്ദേഹം ഒരു ക്ലെയിമും ഉന്നയിച്ചിട്ടില്ല. ഞാനൊരു വലിയ എഴുത്തുകാരനാണെന്ന് MT എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ വലിയ പത്രാധിപരാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചലച്ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും ഒരു തച്ച് പണിയാൻ കഴിയുന്ന ഒരു കഥാകൃത്താണെന്ന് മാത്രമാണ് അപൂർവമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടത്. സ്വയം ഒരു ക്ലെയിമും ഇല്ലാതെയാണ് MT ഇതൊക്കെ ചെയ്തത്. അതിനൊരു കാരണം ഈ പറഞ്ഞതുപോലെയാണ്, എഴുത്തുകാരനൊരു സ്ഥലമുണ്ട് എന്ന് MT മനസ്സിലാക്കിയിട്ടുണ്ട്. ആ എഴുത്തുകാരൻ്റെ സ്ഥലം ഈ പറയുന്നത് പോലെ സർഗശക്തിയുടെ പ്രയോഗമാണ്. അത് സിനിമയിലാണെങ്കിലും ഇപ്പോൾ മാധ്യമരംഗത്ത് MT പ്രവർത്തിച്ച കാലത്താണ് മലയാളത്തിലെ കിടയറ്റ ആധുനികന്മാരെ മുഴുവൻ മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം എന്നുള്ള നോവൽ പ്രസിദ്ധീകരിച്ചത് MT ആണ്. MTയുടെ അഭിരുചിക്ക് വളരെ വിരുദ്ധമായ, ആ കാലത്ത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു പോസ്റ്റ് മോഡേണിസം കൊണ്ടുവന്ന ആളാണ് മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനെ അവതരിപ്പിക്കുന്ന MT ആണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ, സേതുവിനെ, ആ നിരയിലുള്ള മുകുന്ദനെ, ആ നിരയിലുള്ള എല്ലാ എഴുത്തുകാരും കൊണ്ടുവന്ന MT ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംപ്രേഷണ രംഗത്ത് ഏറ്റവും പുതിയ പ്രതിഭകളെ ഇന്ത്യ വിഷന് വേണ്ടി തിരഞ്ഞെടുത്ത MT ആണ്. സിനിമയിലെ ഏറ്റവും നല്ല മികച്ച പ്രതിഭകളെ MTക്ക് വേണ്ടി, സത്യന് വേണ്ടി കഥകൾ എഴുതിയിരുന്നു. സത്യൻ്റെ മികച്ച കഥാപാത്രങ്ങൾ MTയുടെയാണ്. കുട്ടിയടത്തി പോലുള്ള സിനിമകൾ. പ്രേംനസീറിൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രം MTയുടെയാണ്, ഇരുട്ടിൻ്റെ ആത്മാവ് പോലുള്ള സിനിമകൾ. മധുവിൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രം MTയുടെയാണ്, ഓളവും തീരവും പോലുള്ള സിനിമകളിലെ. മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ, സുകുമാരൻ്റെ, MG സോമൻ്റെ തൊട്ട് ഇന്ദ്രജിത്ത് വരെയുള്ള അനവധി നായികമാരുടെ ഏറ്റവും മികച്ച കഥാപാത്രം MTയുടെയാണ്. അവരൊക്കെ കണ്ടെടുത്തത് MTയാണ്. മമ്മൂട്ടിയെ കണ്ടെടുക്കുന്നത് MTയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റാത്തൊരു അത്ഭുതമാണ് MT സാഹിത്യത്തിലും കലയിലും ഉണ്ടാക്കിയത്. സർവമുഖ പ്രതിഭ, ബഹുമുഖ പ്രതിഭ എന്നല്ല, സർവമുഖ പ്രതിഭയാണ്.